എക്സ്പ്ലോറിങ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്ഷനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി പറയാം. The property of a freely suspended magnet to always rest along the, നമ്മൾ പറഞ്ഞു ഒരു ഫ്രീലി മാഗ്നറ്റ് ഒരിക്കലും എപ്പോഴും എങ്ങനെയായിരിക്കും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദിസ് എ സ്മോൾ ഡിവൈസ് കോൾഡ് ബാർ മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലുള്ളൊരു ചെറിയ ഡിവൈസാണ് എന്ത്, എ സ്മോൾ ഡിവൈസ് കോൾഡ് മാഗ്നറ്റിക് കോമ്പസ് വാസ് ഡെവലപ്ഡ് ഇൻ ഓൾഡൻ ഡേയ്സ് ഫോർ ഫൈൻഡിങ് ഡയറക്ഷൻ. അപ്പോൾ പഴയ കാലത്ത് ഡയറക്ഷൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ചെറിയ ഡിവൈസാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഫിഗർ 4.6 ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഫിഗറാണ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ഫൈൻഡിങ് ഡയറക്ഷൻസ്. ഓക്കെ, ഇൻ ഓൾഡൻ ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ഒരു സ്മോൾ ഡിവൈസാണ്. ഓക്കെ, ഇറ്റ് ഹാസ് എ മാഗ്നറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ നീഡിൽ വിച്ച് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാലേ മനസ്സിലാവും ഒരു നീഡിലുണ്ട് അല്ലേ. ആ കോമ്പസ് ബോക്സിൻ്റെ അകത്തൊരു നീഡിലുണ്ട്. വിച്ച് ഇസ് എന്താണ്, അതൊരു മാഗ്നറ്റ് ആണ്. ആക്ച്വലി ഒരു നീഡിൽ ഷേപ്പിലാണുള്ളത്. ആൻഡ് റൊട്ടേറ്റ് ഫ്രീലി. ദ നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് ഇൻഡിക്കേറ്റ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ അതിൽ നീഡിൽ നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നീഡിൽ എന്താ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്ത് കിടക്കുന്നത്. അതായത് അത് ഫ്രീലി റൊട്ടേറ്റ് ചെയ്ത് ആ നീഡിൽ magnetic compass indicate the north-south direction. The compass is kept at the place where we wish to know the direction. നമുക്ക് ഡയറക്ഷൻ അറിയേണ്ട എവിടെയാണോ നമുക്ക് ഡയറക്ഷൻ അറിയേണ്ടത് അവിടെ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ ആ നീഡിൽ എന്ത് ചെയ്യും, അത് റെസ്റ്റിൽ വന്നിട്ട് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. ആഫ്റ്റർ സം ടൈം ദ നീഡിൽ കം ടു റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദ കോമ്പസ് ബോക്സസ് ദെൻ ജെന്റ്ലി റൊട്ടേറ്റഡ് until the north and south marked on the dial are aligned with the needle. Now all direction at that place are indicated on the dial. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾഡൻ ഡേയ്സിൽ ഡയറക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഒരു സ്മോൾ ഡിവൈസാണ്. അതുപോലെ അതിൻ്റെ അകത്തൊരു നീഡിലുണ്ട്. നീഡിൽ ഷേപ്പിലുള്ള എന്താണത്, ആക്ച്വലി ഇറ്റ്സ് എ മാഗ്നറ്റ്. ഓക്കെ, വിച്ച് റൊട്ടേറ്റ് ഫ്രീലി. പിന്നെ നീഡിൽ ഓഫ് എ മാഗ്നറ്റ് കോമ്പസ് ഇൻഡിക്കേറ്റ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഒരു മാഗ്നറ്റിക് കോമ്പസ് ബോക്സിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു മാഗ്നറ്റിക് കോമ്പസ് നമുക്ക് എങ്ങനെയാണ് അത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അതാണ് ആക്ടിവിറ്റി 4.4. നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കളക്ട് എ ഫ്യൂ മെറ്റീരിയൽസ് ലൈക്ക് എ കോക്ക് പീസ്. എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്നാണ് പറയുന്നത്? കോക്ക് പീസ്, അയൺ സ്വേയിങ് നീഡിൽ, ഒരു നീഡിൽ വേണം, പിന്നെ പെർമനൻറ്റ് ബാർ മാഗ്നറ്റ്, എ ഗ്ലാസ് ബൗൾ ആൻഡ് എ വാട്ടർ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഒരു കോക്ക് പീസ് വേണം, പിന്നെ അയൺ സ്വേയിങ് നീഡിൽ വേണം, പെർമനൻറ്റ് ബാർ മാഗ്നറ്റ് വേണം, ഒരു ഗ്ലാസ് ബൗൾ വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം, വാട്ടർ വേണം. ഇനി പ്ലേസ് ദ അയൺ സ്വേയിങ് നീഡിൽ ഓൺ എ വുഡൻ ടേബിൾ. ഒരു വുഡൻ ടേബിളിൽ നമ്മൾ നീഡിലെടുത്ത് വയ്ക്കുന്നു. ദെൻ കീപ്പ് എനി വൺ പോൾ ഓഫ് ദി മാഗ്നറ്റ് at one end of the needle. Move the magnet over the needle along its length as shown in figure 4.7a. When it reaches other end of the needle, lift it up. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റ് എടുത്തിട്ട് ഈ നീഡിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യാം. അതായത് അതിൻ്റെ മേലിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക ആ നീഡിലിനെ. അതായത് ആ അയൺ നീഡിലിനെ എന്താ ആക്കുന്നത്, അവിടെ ഒരു ചെറിയ മാഗ്നറ്റിക് പവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഒരു 5-6 പ്രാവശ്യം ചെയ്യുക. അപ്പം എന്താ, ബ്രിങ് ദ സെയിം പോൾ ഓഫ് ദ മാഗ്നറ്റ് ആസ് യു സ്റ്റാർട്ടഡ് വിത്ത് ടു the same end of the sewing needle from which you began and repeat the previous step. Repeat this process at least 30 to 40 times. ഒരു 30-40 പ്രാവശ്യം അങ്ങനെ ചെയ്യുക.
Okay, bring some iron fillings or steel pins near the needle. If the pin or iron fillings get attracted to needle, then that means the needle has to become a magnet. അങ്ങനെ ഈ നീഡിലിനെ എന്ത് ചെയ്യണം, രണ്ട് ഇതും വെച്ചിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു 40-50 പ്രാവശ്യം 30-40 ടൈംസ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അയൺ ഫില്ലിങ്സോ അല്ലെങ്കിൽ വേറെ വല്ല നീഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റീലിൻ്റെ പിൻസൊക്കെ കൊണ്ടുവന്ന് ആ നമ്മളുടെ നീഡിലിൻ്റെ അടുത്ത് വെക്കുന്ന സമയത്ത് ആ നീഡിലേക്ക് അത് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ നീഡിൽ എന്തായി, ഇറ്റ് ബിക്കംസ് എ മാഗ്നറ്റ്. അതായത് അതിനൊരു മാഗ്നറ്റിക് പവർ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതായത് നമ്മളുടെ നീഡിലിന് മാഗ്നറ്റിക് പവർ കിട്ടി. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ, പാസ് ദിസ് നീഡിൽ ത്രൂ എ കോക്ക് ഹൊറിസോണ്ടലി. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കോക്ക് വേണമെന്ന്. ഈ കോക്കിൻ്റെ അകത്ത് കൂടെ എന്ത് ചെയ്യുക, ഈ നീഡിൽ കയറ്റുക. ഫിഗറിൽ കണ്ടില്ലേ, അതുപോലെ ചെയ്യാം. ദെൻ ഫ്ലോട്ട് ദ കോക്ക് ഇൻ എ ഗ്ലാസ് ബൗൾ ഫിൽഡ് വിത്ത് വാട്ടർ. ദെൻ നമ്മൾ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിൽ വാട്ടർ ഫില്ല് ചെയ്യുക. അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഈ കോക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിക്ക് അതിങ്ങനെ അതിൻ്റെ മേലെ വെക്കുക. സച്ച് ദാറ്റ് the needle always remains above the level of water. ഫിഗർ 4.7bയിലുള്ളതുപോലെ അറേഞ്ച് ചെയ്യുക. അതായത് ആ വെള്ളത്തിൻ്റെ മേലെയായിട്ട് വേണം വെക്കാനായിട്ട്. when the needle come to rest, your magnet compass is ready for use. Note the direction in which either side of the magnet needle points. Rotate the cock gently and wait till it stops rotating. Repeat this a few more times. Do the end of the needle always point in the സെയിം ഡയറക്ഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ കോക്ക് ഇങ്ങനെ ഇനീഷ്യലി അതിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനീഷ്യലി അതിനൊരു റൊട്ടേഷൻ ഉണ്ടാവും. ദെൻ ആ നീഡിൽ സ്റ്റോപ്പ് ആവുന്നത് എന്തായിരിക്കും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും, ആസ് വി ഓൾറെഡി സേ ദാറ്റ്. കാരണം നമ്മൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ അത് റെസ്റ്റിൽ വരുന്ന സമയത്ത് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അത് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ്, അതെങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും പറഞ്ഞു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻ്റലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് മാഗ്നറ്റിക് കോമ്പസ് ബോക്സിനെ പറ്റിയും പറഞ്ഞു, അതുപോലെ അത് നമുക്ക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.